സാമാന്തരികത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് വരകളും കോണുകളും എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം? ആദ്യം നമ്മൾ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ വരേനെ മുറിച്ച് കടക്കുന്ന വിധത്തിൽ വേറെ ഒരു വര വരയ്ക്കുക. ഇവയിൽ എന്ന ചോദ്യം, ഒരു വര മറ്റൊരു വരയെ മുറിച്ച് കടക്കുമ്പോൾ ഇവയുടെ ഇടയിൽ എത്ര കോണുണ്ടാവും? ഇവിടെ എത്ര കോണുകളുണ്ടാവും ഇങ്ങനെ മുറിച്ച് കടന്നാൽ? എണ്ണി നോക്കുക. ഇതൊരു കോണാണ്, ഇതൊരു കോണാണ്, ഇതൊരു കോണാണ്, ഇതൊരു കോണാണ്. ഇപ്പോൾ എത്രയാണ്? 4 കോണുണ്ടാവും. എത്ര കോണുണ്ടാവും? 4. ഇനി ഇതിലൊരെണ്ണം അറിയാമെങ്കിൽ മറ്റ് 3 കോണും കണക്കാക്കാമോ എന്നാണ് ചോദ്യം. കണക്കാക്കാൻ പറ്റുമോ? ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് 50 ഡിഗ്രി. ഇത് നിങ്ങൾ 6ാം ക്ലാസ് പഠിച്ച കാര്യമാണ്. അപ്പോൾ 50 ഡിഗ്രി ആണെങ്കിൽ മറ്റ് കോണുകൾ എങ്ങനെ കണക്കാക്കാൻ പറ്റുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇതിൻ്റെ നേരെ എതിരെയുള്ളത് എന്താണ്? 50 ആണ്. അപ്പോൾ ഇവിടെ 50 ആകുമ്പം ഇപ്പുറത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കും? രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 50 തന്നിട്ടുണ്ടെങ്കിൽ 180 50 മൈനസ് നോക്കിയാൽ ഇവിടുത്തെ കോണ് കിട്ടും 130. അപ്പോൾ ഇത് 130 ആണെങ്കിൽ അതിൻ്റെ നേരെ എതിരെയുള്ളത് എന്താണ്? 130 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 കോണുകൾ തമ്മിലുള്ള ബന്ധം പൊതുവായി പറയുന്നത് എങ്ങനെ പറയാൻ പറ്റും? ഇത് 50 ആണ്, ഇത് 50, 130, 130. എതിരെയുള്ള കോണുകളെല്ലാം എന്താ? തുല്യമാണല്ലേ, ഒരേ അളവിൽ വരുന്നുണ്ട്. അപ്പോൾ മുറിച്ച് കടക്കുന്ന വരകൾ ലംബമാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ എല്ലാ കോണും 90 ആയിരിക്കും. ലംബം എന്ന് പറയുമ്പോൾ ഇതാ, എല്ലാ കോണും 90 ആയിരിക്കും. അത് അളന്ന് നോക്കേണ്ട ആവശ്യമേ വരില്ല നമുക്ക്. പിന്നെ ഒന്നല്പം ചെരിഞ്ഞ വരയായാലോ? 2 ചെറിയ കോണുകളും 2 വലിയ കോണുകളും കിട്ടും. നമുക്ക് നേരത്തെ ചിത്രത്തിൽ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല. അതുപോലെ 2 വലിയ കോണും കിട്ടും, 2 ചെറിയ കോണും തമ്മിൽ കിട്ടും. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ചെറിയ കോണുകൾ രണ്ടിനും എന്താണ്? ഒരേ അളവാണ്. വലിയ കോണിനും ഒരേ അളവാണ്. അപ്പോൾ അതിലെ ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ എന്ത് കിട്ടും? 180 കിട്ടും. അതായത് നേരത്തെ നമുക്ക് ചെറിയ കോണം 150ഉം 130 അല്ലേ കിട്ടിയത്? അത് രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടും? 180 കിട്ടും. ഓക്കെ. ഇനി നേരത്തെ വരച്ച ചിത്രം ഒന്നുകൂടി വരച്ച് നോക്കുക. എന്നിട്ട് ഈ നീല വരയ്ക്ക് സമാന്തരമായിട്ട് മുകളിൽ ഒരു വരയും കൂടി നമ്മൾ വരച്ച് നോക്കിയാലോ? മുകളിലെ നീല വരയും ഇവിടെ പച്ച വര വരച്ചിട്ടില്ലേ ചെരിച്ചിട്ട്, പച്ച വരയുമായിട്ട് എന്തുണ്ട്? വീണ്ടും ഒരു 4 കോണം ഉണ്ടാക്കുന്നില്ലേ? അവ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ്? 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 50 തന്നെ ആയിരിക്കും. നീലവരകൾ സമാന്തരമായതിനാൽ ഇവ രണ്ടും ഒരേ അളവിൽ ആകും. സമാന്തരമായ വരകളല്ലേ. അപ്പോൾ ഇവ 50 ആകുമ്പോൾ ഇത് 50. അങ്ങനെയാണെങ്കിൽ ബാക്കി കോണോ? ഇത് 130 ആണെങ്കിൽ ഇത് 130. അപ്പോൾ നമുക്ക് കിട്ടിയില്ല എല്ലാ കോണും. ഇനി 50 ഡിഗ്രിക്ക് പകരം വേറെ ഏത് അളവെടുത്താലും കിട്ടും. ഇപ്പോൾ 50-ന് പകരം നമ്മളിവിടെ 60 ആണെങ്കിൽ ഇവിടെ 120 ആയിരിക്കും. ഇവിടെ 120, 60, 60, 60, 120, 120 ഏത് വെച്ച് വരച്ചാലും ഇതേ രീതിയിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ കോണ് കിട്ടിയാൽ നമുക്ക് മറ്റുള്ള കോണുകൾ കണ്ടുപിടിക്കാൻ പറ്റൂലേ? അതായത് സമാന്തരമായ 2 വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ എന്താണ്? ഒരേ അളവുള്ള കോണുകളിലാണ്. സമാന്തരമായ 2 വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഒരേ അളവുള്ള കോണുകളിലാണ്. ഓക്കെ അല്ലേ? ചുവടെയുള്ള ചിത്രത്തിൽ സമാന്തരമായ നീലവരകൾ പച്ചവരയുമായി ഉണ്ടാക്കുന്ന മറ്റ് 7 കോണുകൾ കണക്കാക്കാൻ പറയുന്നുണ്ട്. ഒന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട് 40. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നേരെ എതിരെയുള്ള കോണം എന്താ? 40. ഇവിടെ എന്താ? 40 ഡിഗ്രി. എതിരെയുള്ളത് 40 ഡിഗ്രി. ഇനി ബാക്കി കിട്ടേണ്ടത് എങ്ങനെ കിട്ടും? രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 150 ആയിരിക്കും. അപ്പോൾ 40 ആകുമ്പം 180-ന്ന് 40 കുറക്കുക. എത്രയാണ്? 180-ന്ന് 40 കുറച്ചാൽ 140. അപ്പോൾ ഇവിടെ എന്താ? 140. ഇവിടെ 140, 140. ഓക്കെ. ഇനി ഇവിടെ 45 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും? 45. ഇവിടെ എത്രയായിരിക്കും? 145 ആകുമ്പം 180-ന്ന് 45 കുറക്കുക. എത്രയാ? 135. ഇവിടെ 135. ഇവിടെ 45. 135,
135 135. ഈ രണ്ട് ചിത്രം കാണുമ്പോൾ പേടിച്ചോണ്ട, സംഭവം ഒന്ന് തന്നെയാണ്. ഈ ചിത്രം ചെരിച്ച് വെച്ചതാണല്ലാണ് ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഓക്കെ അല്ലേ? രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിച്ച് കടക്കുമ്പോൾ ആകെ മൊത്തം 8 കോണുണ്ടാവും. അതിൽ ഒരളവ് കിട്ടിയാൽ മറ്റളവ് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ? ഓക്കെ.